നിങ്ങൾ കേൾക്കുന്നത് അമീഷ് ത്രിപാഠി രചിച്ച ചരിത്ര നോവൽ സീത, മിഥിലയിലെ വീരനായിക. വിവർത്തനം ഡോക്ടർ കെ.വി. തോമസ്. പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറിടെൽ 2021. അധ്യായം 1. 3400 BC. ഗോദാവരി നദീതടം. സീത മൂർച്ചയുള്ള കത്തികൊണ്ട് വാഴയിലകൾ വളരെ വേഗം മുറിച്ചെടുത്തു. വാഴകൾക്ക് അവളുടെ ഉയരമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനാൽ ഒട്ടുമേന്തി വലിയേണ്ടി വന്നില്ല. ജോലി മതിയാക്കിയ അവൾ അല്പമകലെ പണിയെടുക്കുന്ന മകരന്ദ് എന്ന മലയപുത്ര ഭടന്റെ നേർക്കു നോക്കി. സീത മുറിച്ചതിന്റെ കഷ്ടിച്ച് പകുതി ഇലകളെ അയാൾ മുറിച്ചിട്ടുള്ളൂ. അന്തരീക്ഷം ശാന്തമായിരുന്നു. അല്പം മുമ്പ് കാടിന്റെ ആ ഭാഗത്ത് കാറ്റിരമ്പുന്നുണ്ടായിരുന്നു. ഒപ്പം കാലം തെറ്റിവന്ന മഴയും. മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ സീതയും മകരന്ദും കനത്ത ഇലച്ചാർത്തുകളുള്ള ഒരു മരത്തിൻ കീഴിൽ അഭയം പ്രാപിച്ചു. കാറ്റിന്റെ ഇരമ്പം കാരണം അവർക്ക് പരസ്പരം സംസാരിക്കാനേ കഴിഞ്ഞില്ല. എല്ലാം ശാന്തമായത് പെട്ടെന്നാണ്. മഴയും കാറ്റും അപ്രത്യക്ഷമായി. വനത്തിൽ വാഴകൾ ധാരാളമുള്ള ദിക്കിലേക്ക് അവർ തിടുക്കത്തിൽ നീങ്ങി. വാഴയില തേടിയാണല്ലോ അവർ വന്നത്. അത്രയും മതി മകരന്ദ്, സീത പറഞ്ഞു. മകരന്ദ് തിരിഞ്ഞുനോക്കി. സർവത്ര നനഞ്ഞിരുന്നതുകൊണ്ട് ഇലകൾ മുറിക്കുക ദുഷ്കരമായിരുന്നു. എങ്കിലും താൻ നന്നായി ജോലി ചെയ്തു എന്നാണ് മകരന്ദ് കരുതിയത്. പക്ഷേ സീത ചെയ്തതിന്റെ പകുതി ജോലിയെ താൻ ചെയ്തിട്ടുള്ളൂ എന്ന് കണ്ടപ്പോൾ അയാൾ തെല്ല് ലജ്ജയോടെ പുഞ്ചിരി തൂകി. വേണ്ടതിലധികമായി, സീത പുഞ്ചിരി കൊണ്ട് പറഞ്ഞു. നമുക്കുടൻ താവളത്തിലെത്തണം. രാമനും ലക്ഷ്മണനും വേട്ട കഴിഞ്ഞ് മടങ്ങിയിട്ടുണ്ടാകും. അവർക്കിന്നെന്തെങ്കിലും കിട്ടിക്കാണുമെന്ന് പ്രതീക്ഷിക്കാം. രാക്ഷസരാജാവായ രാവണന്റെ പ്രതികാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സീതയും രാമലക്ഷ്മണന്മാരും ദണ്ഡകാരണ്യത്തിലൂടെ പായുകയായിരുന്നു. മലയപുത്ര ഗോത്രത്തിന്റെ സേനാപതിയായ ജടായുവാണ് അവരുടെ സുരക്ഷയുടെ ചുമതല ഏറ്റെടുത്തിരുന്നത്. പലായനം മാത്രമാണ് തൽക്കാലം ഏക പോംവഴിയെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ശക്തമായ നിർദ്ദേശം. രാവണന്റെ സഹോദരി ശൂർപ്പണഖയെ ലക്ഷ്മണൻ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. അതിനു പകരം വീട്ടാൻ രാവണൻ സൈന്യത്തെ അയക്കുമെന്നുറപ്പായിരുന്നു. എല്ലാ നീക്കങ്ങളും രഹസ്യമായിരിക്കണം. അതുകൊണ്ട് മണ്ണിൽ ആഴത്തിലുണ്ടാക്കിയ കുഴികളിൽ വെച്ചാണ് ഭക്ഷണം പാചകം ചെയ്തിരുന്നത്. പുകയില്ലാതെ കത്തുന്ന കടും കൽക്കരിയാണ് അവർ ഇന്ധനമായി ഉപയോഗിച്ചിരുന്നത്. കൂടുതൽ സുരക്ഷയ്ക്കുവേണ്ടി പാചകം ചെയ്യുന്ന കുഴി വാഴയില കൊണ്ട് നന്നായി മൂടും. അബദ്ധവശാൽ പോലും പുക പുറത്തുപോവില്ല എന്നുറപ്പാക്കാനാണിത്. കാട്ടിൽ പുക കണ്ടാൽ ശത്രുക്കൾക്ക് അവരുടെ സ്ഥാനം എളുപ്പം കണ്ടുപിടിക്കാമല്ലോ. സീതയും മകരന്ദും വാഴയിലകൾ മുറിച്ചെടുത്തത് അതിനാണ്. അടുത്ത പടി പാചകം. ഇലകളുടെ വലിയ കെട്ട് താൻ എടുത്തുകൊള്ളാമെന്ന് മകരന്ദ് പറഞ്ഞു. സീത സമ്മതിച്ചു. ഇലകൾ മുറിക്കുന്നതിൽ വന്ന കുറവ് അങ്ങനെ നികത്താമെന്നാണ് ആ ഭടൻ കരുതിയത്. പക്ഷേ മകരന്ദിനെ സംബന്ധിച്ചിടത്തോളം ആ തീരുമാനം മാരകമായിരുന്നു. അതാദ്യം കേട്ടത് സീതയാണ്. അല്പം മുമ്പായിരുന്നെങ്കിൽ കാറ്റിന്റെ ഇരമ്പം കൊണ്ട് ആ ശബ്ദം കേൾക്കാനാകുമായിരുന്നില്ല. സംശയമില്ല, വില്ലു വലിച്ചു കുലയ്ക്കുന്നതിന്റെ ശബ്ദമാണത്. ഒരു സാധാരണ വില്ലാണതെന്ന് ശബ്ദത്തിൽ നിന്നറിയാം. ഉന്നതരായ പോരാളികൾ ഉയർന്നതരം വില്ലുകളാണ് ഉപയോഗിക്കുക. സാധാരണ പട്ടാളക്കാർ സർവ്വസാധാരണമായ ഇനം വില്ലുകളാണ് ഉപയോഗിക്കുന്നത്. മരം കൊണ്ടുണ്ടാക്കിയവ. വളയ്ക്കാൻ പ്രയാസമുള്ള അവ വലിച്ചു കുലയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ശബ്ദം പുറപ്പെടും. കുനിയൂ മകരന്ദ്, സീത അലറിപ്പറഞ്ഞു. ഇലക്കെട്ട് താഴെയിട്ട് അവൾ നിലത്ത് കമിഴ്ന്നു കിടന്നു. Sample complete. Ready to continue?